എം ജയചന്ദ്രൻ, ഇവിടെ സംസ്ഥാനം കൊടുത്തത് കള്ളക്കണക്കല്ല, പക്ഷേ പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയുന്നു. പെരുപ്പിച്ച കണക്കാണ് എന്ന് അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രി വയനാട്ടിൽ നടത്തിയ സഞ്ചാരം അത് പതിവ് സഞ്ചാരമല്ലായിരുന്നു. എല്ലായിടത്തും നടന്ന് കണ്ടുകൊണ്ട് എല്ലാം ബോധ്യപ്പെട്ട് കുഞ്ഞുങ്ങളെ അടക്കം ആശുപത്രിയിൽ പോയി ചെന്ന് കണ്ടതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറയുകയും ചെയ്തു എങ്ങനെ വേണമെങ്കിലും സഹായിക്കുമെന്ന്. അങ്ങനെ സഹായിക്കുമെന്ന് ഇവിടെ ഉറപ്പ് നൽകിപ്പോയ പ്രധാനമന്ത്രിയാണ്. അവിടെ അപ്പോൾ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം എന്താണ്? എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇത്ര ദിവസമായിട്ടും അതിൽ വിവരമില്ല എങ്കിൽ അതിലൊരു വ്യക്തത വരുത്തണം. എന്താണ് ജനത്തിനോട് ഈ പറയുന്നതിൽ ഒരു രഹസ്യ സ്വഭാവം എന്തിനാണ്? ഇവിടെ സ്മൃതി, രഹസ്യ സ്വഭാവത്തിൻ്റെ പ്രശ്നമൊന്നും ഈ വിഷയത്തിലില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയും പക്ഷേ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാര്യവും. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു കാര്യമാണെന്നാണ് തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്താണെന്നറിയാമോ, നമ്മളൊരു വ്യക്തിപരമായ ലോൺ എടുക്കുകയാണെങ്കിൽ പോലും ബാങ്ക് ആണെങ്കിലും മറ്റേതൊക്കെ സ്ഥാപനങ്ങളാണെങ്കിലും DPR ചോദിക്കും, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ DPRന് നമുക്കിഷ്ടമുള്ളതുപോലല്ല. DPRന് ഒരു നോംസ് ഉണ്ട്. ബാങ്കുകൾക്ക് പോലും കൃത്യമായ നോംസിലാണ് DPR ഉണ്ടാക്കുന്നത്. DPR തയ്യാറാക്കാൻ തന്നെ ആൾക്കാരുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്ര നല്ല നിലവാരത്തിലുള്ള DPR തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രശ്നം ഇപ്പോൾ കോടതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? പാലായിലെ ജെയിംസ് വടക്കനാണ് ഈ വിഷയം ഒരു കത്തായിട്ട് ചീഫ് ജസ്റ്റിസിന് അയക്കുന്നത് കേരള ഹൈക്കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാറോട് ഈ കത്ത് ഒരു റിട്ട് പെറ്റീഷനായിട്ട് റെഡിയാക്കി കൊണ്ടുവരാൻ പറയുന്നു. സുഗമമായിട്ട് ഹൈക്കോടതി ജയശങ്കർ നമ്പ്യാരുടെ ബെഞ്ചിലേക്ക് കേസ് വിടുന്നു, ജസ്റ്റിസ് ശ്യാംകുമാറും. അങ്ങനെയാണ് അവരുടെ ഇതിലേക്ക് കേസ് ചെല്ലുന്നത്. പിന്നെ അവർ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അത് നമ്മുടെ രഞ്ജിത്ത് അമ്പാനാണ് അമിക്കസ് ക്യൂറി. അപ്പോൾ അമിക്കസ് ക്യൂറിയുടെ കോടതിയെ സഹായിക്കാനാണല്ലോ അമിക്കസ് ക്യൂറി. ആ അമിക്കസ് ക്യൂറിയും കൂടെ ചേർന്നാണ് ഹൈക്കോടതിയെ ഈ കാര്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലുമായിരുന്നു ഇതിൻ്റെ ഹിയറിംഗ്. സ്വമേധയാ കോടതി പറയുകയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഹിയറിംഗ് നടത്തും. അപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ സ്മൃതി, ഈ 10,000 രൂപ വെച്ച് ഗ്രാമീൺ ബാങ്കുകാർ പിടിച്ചപ്പോൾ ഹൈക്കോടതിയാണല്ലോ ചെവിക്ക് പിടിച്ചത്, പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവർ തന്നെയാണ്, ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാറും അടങ്ങുന്ന ബെഞ്ച് തന്നെയാണ് പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ. അത്തരത്തിൽ വെള്ളിയാഴ്ചകളാണ് ഇത് കേട്ടതിന് ശേഷമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഈ ഉത്തരവിൽ ഈ കോടതിയിൽ ഈ കേസ് റിട്ടായിട്ട് എടുത്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ അവരുടെ അപേക്ഷകളുമായി ചെന്നു. ഖണ്ഡിതമായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പറ്റില്ല, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തന്നെ കക്ഷി ചേർത്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിനുള്ള പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതുമായിട്ട് മുമ്പോട്ട് പോയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമായി ഇത് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുന്ന ഈ 21 പേജ് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇത് കള്ളക്കണക്കിൻ്റെ പ്രശ്നമേ ഇല്ല. കോടതി എവിടെയും ഒരു നിരീക്ഷണത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് കള്ളക്കണക്കുണ്ടെന്ന്, കണക്കിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കൾ തന്നെ ചോദിച്ചില്ലേ, 75,000 രൂപ വെച്ച് ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് എങ്ങനെയാണ് ചിലവാവുക? അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് ഇല്ല ഇതിനകത്ത്. ഞാനും ആ വിമർശനം ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഏതെങ്കിലുമൊക്കെ സ്പ്ലിറ്റപ്പ് കൊടുക്കാൻ തയ്യാറായപ്പോൾ എന്തുകൊണ്ട് ഈ 75,000-ന് സ്പ്ലിറ്റപ്പ് ഇല്ല? അത് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ 29-ാം തീയതി കേസ് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ കേന്ദ്രത്തിൻ്റെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതെന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രശ്നത്തിന് എനിക്കൊരു മറുപടി ശ്രീ ജ്യോതികുമാർ, ഈ ആക്ച്വൽസിൻ്റെ കേസാണല്ലോ താങ്കൾ ചോദിച്ചത്. ഈ ആക്ച്വൽസിനെ പറ്റി ആക്ച്വൽസ് മേ ബി റീഇംബേഴ്സ്ഡ് എന്ന് പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. എവിടെയാണ്? ഇത് പേജ് നമ്പർ 7, റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ്. ആ പാരഗ്രാഫിലാണ് പറയുന്നത് ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ് ആൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി, ബാക്കി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ്, മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽ. ഏത്? ദ കോസ്റ്റ്. അത് ടോട്ടൽ അങ്ങനെ തന്നെയാണ്. ദാറ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചിലവായ തുക ഇതാണ് എന്ന് സർക്കാർ പറയുകയാണ് ഈ DPRയുടെ ഭാഗമായിട്ട്.
അപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ നോംസ് അനുസരിച്ചാണ് അവർ കട്ട് ഷോട്ട് ചെയ്യുമോ അത് ആക്ച്വൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ അംഗീകരിക്കുമോ എന്നൊക്കെ പറയുന്നത്. ഇത് ഈ റിപ്പോർട്ടിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അവസാന ഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ 2024-25 കേന്ദ്ര ഫണ്ട് സംസ്ഥാന ഫണ്ട് അതിൻ്റെ പാർട്ടീഷൻ എങ്ങനെയാണ്, 75-25 എത്രയാണ് എന്നൊക്കെയുള്ളത് പറയുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ നടപടിയെ സംബന്ധിച്ച് യാതൊരു എതിർപ്പ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, അവസാന പേജുകളിലേക്ക് വരുമ്പോൾ ഈ എല്ലാവരെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഹൈക്കോടതി പറയുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാണ് കള്ളക്കണക്കുണ്ടാക്കിയെന്ന് BJP പ്രതിനിധിക്ക് ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ തോന്നുന്നതെന്ന് നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ അത്ഭുതമല്ല തോന്നുക, അമർഷമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത് ഇവരിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത് വയനാട് ദുരന്തമെന്നാണ്. നിങ്ങളൊന്ന് ഓർക്കണം ശ്രീ പ്രശാന്ത് നടവേൽ, ഇവിടെ 9-ാം തീയതി വയനാട്ടിൽ ഒരു പ്രതിഷേധ സംഗമം 2 നടന്നിരുന്നു. ഒന്ന് വയനാട് ദുരന്തഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിംഗ്. അങ്ങനെയല്ല, വയനാട് ദുരന്തഭൂമിയല്ല, വയനാട് സുന്ദരമായ ഭൂമി തന്നെയാണ്, അവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് 122 പേര് പങ്കെടുത്ത മറ്റ് കർഷകരും കർഷക നേതാക്കളും ഒക്കെ ആയിട്ടുള്ളവർ പങ്കെടുത്ത മറ്റൊരു മീറ്റിംഗ് അന്ന് തന്നെ വൈകുന്നേരം അവിടെ തന്നെ നടന്നു. അത് 3 വാർഡിലാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ നോക്കണം, രേഖകളിലുണ്ട് ശ്രീ പ്രശാന്ത്. 1970-കളിൽ വയനാടിൻ്റെ 70% വരുമാനം എന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത് കാർഷിക മേഖലയിലായിരുന്നു. ഇപ്പോഴോ സ്റ്റേറ്റിൻ്റെ എക്കണോമിക് റിവ്യൂ നോക്കിയാൽ മതി, ഇപ്പോൾ 92% ഫ്രം ടൂറിസം. അതാണിപ്പോൾ വയനാട്. ആ നിലയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ കൃഷിക്കാർക്കാണോ? ഈ 3 ഗ്രാമപഞ്ചായത്തിൽ 10, 11, 12 വാർഡുകൾ, ഏത് മേപ്പാടി പഞ്ചായത്തിലെ, അവിടെയാണ് ഈ പ്രശ്നം. അതിനെയാണ് നിങ്ങൾ ഇങ്ങനെ വക്രീകരിച്ച് അവസാനം ഈ തരത്തിലേക്ക് മാറ്റുന്നതെന്ന് ഓർക്കണം. അവിടെ കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കിയത്രേ. എന്ത് കള്ളക്കണക്ക്? ജ്യോതികുമാർ വിമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി, പ്രശാന്ത് നടവേൽ, താങ്കൾ ഒരു BJP-ക്കാരൻ മാത്രമല്ലല്ലോ. താങ്കളുടെ നാടാണ്, അവിടുത്തെ പുനരധിവാസമാണ്, അവിടെ പുനർനിർമ്മാണമാണ്. അതിന്റെ വിഷയത്തിൽ ഒരു BJP-ക്കാരനായി മാത്രം പ്രതികരിച്ചാൽ പോരാ.